കാരണം മഹാന്മാര് ഖുർആനിൽ അല്ലാഹു തആല ചൊന്നു നോക്കൂ, മഹാന്മാര് ചൊന്നെങ്കിൽ കൊറിയ പ്രത്യേകമായ ഗുണ അങ്ങനെയിലുണ്ട്. ആ ഗുണ ഇന്നങ്ങമേ മഹാന്മാർ അവിടോ എല്ലാ അദ്ഭുത കാട്ടങ്ങ മഹാന്മാരല്ല. ഒരാള് ചൊന്തു ഉസ്താദേ നാ ഒരാളെ മുട്ട പോയ നോക്കുമ്പോ പാന്റ് ചട്ടയിട്ട് പഠിപ്പെന്തു ഇല്ല, പാന്റ് ചട്ട ഇട്ടത് കൊണ്ടിട്ട് നല്ലല്ലാണ്ടല്ല ചൊന്നോട്ടുള്ളൂ, ചൊല്ലത് സമാർത്താക്കിട്ട് കേൾക്കണു. പക്ഷേ ഉസ്താദേ ഞാൻ അവിടെ എതിർന്നു പോയി നിന്റെ സാർത്ത് നണ്ടയിൽ എന്തെല്ലാം ഉണ്ടാ എല്ലാം നിന്റെ മുഖം നോക്കിയിട്ട് ചൊന്തയാല് അയാള് ചൊന്നതിൽ ഒരു തപ്പുമില്ല. നണ്ടയിലുള്ള 10 സ്വഭാവം അയാള് ചൊന്തു. ഈ 10 സ്വഭാവവും നണ്ടയിലുണ്ട്. ഫസ്റ്റ് നണ്ടയിൽ കേട്ടിട്ട് മുഖം നോക്കിട്ട് നീ ഇണ്ട് സുബൈ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നോക്കും, കാരണം സുബൈ നിസ്കരിക്കാത്തോണ്ട് മുഖം നോക്കിട്ട് ആർക്കും ചൊല്ലാം. സുബൈ നിസ്കരിക്കാത്തോണ്ട് മുഖത്ത് നോക്കിട്ട് ആർക്കും ചൊല്ലാം ഉണ്ട് സുബൈ നിസ്കരിച്ചിട്ടില്ല. എന്താ കാരണം? അവന്റെ മുഖം നോക്കുമ്പോ ഒരു ചപ്പയ്ക്ക് ഒരു മുഖത്തിൽ ഒരു ബെൽച്ചയ്ക്കില്ല. 4 റബ്ബുടെ കോർട്ടുള്ള കുറെ ആൾമാർ വണ്ടാറില്ല. അങ്ങനെ മുഖം നല്ല ബെൽത്തിട്ടിക്കിട് മോത്തുലെ യാറ ബെൽപുല്ലെ അശദ്ദു ബയാദുൻ മൗദിഉ സുജൂദ്. ഈ സുജൂദ് ആക്കിയ നെറ്റി ഉണ്ടല്ലേ, നെറ്റി നല്ല ബെൽച്ച നല്ല പ്രകാശയിക്ക്. 6 കൊണ്ടുണ്ട കറക്റ്റ് സുജൂദ് ആക്കിയ നിസ്കരിച്ച കറക്റ്റ് ടൈമുക സുജൂദ് ആക്കിയ ടൈമുക നിസ്കരിക്കണ ആൾമാർക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ ഓണ്ടത് ആഖിറത്തിൽ പാട്ട് ദുനിയാവിലെ ഓണ്ട മോത്തുള്ളൊരു ബെൽച്ച കണ്ടില്ല. കാരണം എന്തെങ്കിൽ ഓണ് കറക്റ്റ് നിസ്കരിക്കണമെന്നല്ല. അപ്പൊ അത് ആർക്കും ചൊല്ലാം. പിന്നെ ചൊന്തു ഞങ്ങൾ ഔത്തുൽ നടക്കിട എല്ലാ ഗുട്ടുന്നുണ്ടെങ്കിലും നിന്റെ ഔത്തുൽ എപ്പാ നോക്കി ഉഷാരില്ലല്ലേ. ഒരു നാൾ നോക്കുമ്പോ ഉമ്മക്ക് ഉഷാരില്ല, പിന്നെ ഒരു നാൾ നോക്കുമ്പോ അബ്ബക്ക് ഉഷാരില്ല. അതെന്താ കാരണം? ഓണ്ട് അവിടെയൊക്കെ കുട്ടിയും പോയ ഒരാളുണ്ട്. ആളെല്ലാ ഡീറ്റെയിൽസും ഈ മനുഷ്യനിട്ട ചൊന്നു. അപ്പൊ മെയ്യല്ലേ. പക്ഷേ ഇതെന്തും ഗുണത്തില്ലാത്ത പോയ നാണ ഇത് ഭയങ്കര കറാമത്തുണ്ട് ഇല്ലാണ്ടല്ല, കറാമത്തുണ്ട്. മഹാന്മാരെ കറാമത്ത് എന്തെങ്കിനെ മഹാന്മാരെ കറാമത്ത് എന്നെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു ചത്തേ ജഗത്തിന് ജീവനിടിച്ചാരെ ചാകും കീളശത്തെ നന്നാക്കി വിട്ടോവർ കോഴിയുടെ മുള്ളോട് കൂകെന്ന് ചെന്നാരെ കൂശാതെ കൂമി പറപ്പിച്ച് വിട്ടോവർ. സുബ്ഹാനല്ലാഹ്. അതാ ജീമ പോയിട്ടുള്ളത് ജീമ കൊടുക്കുക ഔലിയാക്കന്മാർക്ക് തീരൂ കറാമത്ത് കൊണ്ടു. അത് അല്ലാഹു തആല അങ്ങ് കൊടുത്ത പവറല്ലേ. അതുകൊണ്ടല്ലേ എത്ര കറാമത്തുണ്ട് ഒന്നു ചണ്ട. അബൂ ഉബൈദത്തുൽ യുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാന്റെ ചരിത്രത്തിൽ കണ്ട് മഹാൻ ഗസാ ഒരു പക്കത്ത് യുദ്ധത്തിന് പോയിട്ട് ആ യുദ്ധ കലിയുമ്പോ അയാളുടെ ഒട്ടിക്ക് ഒരു മൃഗയിന്ത് പണ്ട് യാത്ര പോയോണ്ട് ഇന്ന മൃഗത്തെ മേലല്ലേ ഇന്റെ വാഹനത്തെ മേല് പണ്ടത്തെ വാഹന മൃഗ ഇയാള് യുദ്ധത്തിന് പോയ ആ മൃഗത്തെ മേല് പത്തിട്ടായിട്ടിന്ത്. പക്ഷെ ഈ മൃഗം അതാ അതാ മൃഗത്തെ ജീമ പോയിട്ട് അപ്പ ഇയാള് അല്ലാഹുവിന്റെ ദുആ നിർത്തി ഫസഅലല്ലാഹ അൻ യുഹ്യിഹാ ഹത്താ യർജിഅ ഇലാ ബലദിഹി. റബ്ബേ ഞാൻ യുദ്ധത്തിന് വന്നവനല്ലേ, നക്ക് വാപ്പാസ് നണ്ട ഔത്തുക പോണു. ഔത്തുക പോണെങ്കിൽ നക്ക് വാഹന ഇല്ല, മൃഗയില്ല. നണ്ട മൃഗത്തെ ജീമ പോയിത്തല്ലേ, ആ മൃഗത്തെ ജീമ നീന് വാപ്പാസ് ഇട്ട് തരണു. ഒന്ന് ദുആർനപ്പ ഫഖാമത്ത് ഈ മൃഗ എഞ്ചിനിക്കിട്. എന്നിട്ട് അതാ ജീമ പോയ ആ മൃഗത്തിന് ജീമ കിട്ട്. ആ മൃഗത്തെ മേല് ഈ മഹാന് അബൂ ഉബൈദത്തുൽ യുസ്രി റളിയല്ലാഹു അൻഹു പത്തിരയിക്കിട്. ഔത്തുകെത്തിയ സാർത്തുക ഈ മൃഗര ജീമ പാടം പോണ്ടു. അതേ കറാമത്ത് ഔലിയാക്കന്മാരെ കറാമത്ത് കൊണ്ടിട്ടു ജീമ നഷ്ടപ്പെട്ടു പോയത് ജീമ ഹയാത്ത്
ഹയാത്ത് തിരിച്ചു കിട്ടു ഇമാമീങ്ങ ചരിത്രത്തില് പഠിപ്പാട്ടുറാറ് ഞാൻ ചൊന്നോട്ടുള്ള അതല്ല ഞാൻ ചൊന്നോട്ടുള്ള കറാമത്തുണ്ട് ഇല്ലാണ്ടല്ല അതേ ടൈമില് മഹാന്മാര് നോക്കൂ നിങ്ങൾ പിന്നെ വന്ന മഹാന്മാർക്ക് കറാമത്ത് യാറ കൊറേ കേൾക്കാറ് എന്റെ ഈ പിന്നെ വന്ന ഔലിയാക്കന്മാർക്കുള്ള കറാമത്തൊന്നും പണ്ടത്തെ സ്വഹാബിക കറാമത്ത് കാട്ടിട്ടില്ലല്ലേ പണ്ടത്തെ സ്വഹാബിക ഇങ്ങനത്തെ കറാമത്തൊന്നും കാട്ടിട്ടില്ലല്ലേ പിന്നെ വന്ന ഔലിയാക്കന്മാർ കറാമത്ത് കാട്ടുന്നത് യാറ കണ്ടല്ലേ അത് ഇമാമിങ്ങ ഉത്തരവൊന്നാൽ എന്തൊരു ഉത്തരവൊന്നുണ്ടാ സ്വഹാബത്ര കാലത്തില് കറാമത്ത് ചെമ്മ കാട്ടിട്ട് ഇസ്ലാമിയുടെ പ്രചാരാക്കട അകറ്റി നിന്നിട്ടില്ല അണ്ട് ഒരു കൽബുല് ഈമാന് പത്തിരിച്ചെങ്കിൽ പിന്നെ ആ കൽബിയുടെ ഈമാൻ പുറത്തു പോണ്ടില്ല ഇണ്ട് അങ്ങനല്ല ഇണ്ട് ഈമാന് നഷ്ടപ്പെടുക ചെമ്മ സാധ്യത ഉണ്ടു അപ്പൊ അതുകൊണ്ടിട്ടു സ്വഹാബത്ര പിന്നത്തെ കാലത്തില് ചെമ്മ കറാമത്ത് കാട്ടിട്ട് ഇസ്ലാമിയുടെ പ്രചാരാക്കണ അകത്യമുണ്ടു അതുകൊണ്ടായിട്ട് സ്വഹാബത്ത് കാട്ടിയ കറാമത്ര കാട്ടിയ ആറാ പിന്നത്തെ ഔലിയാക്കന്മാരെ മഹാന്മാരെ ലൈഫിലു കറാമത്ത് കാട്ടിയത് ചരിത്രത്തിൽ കണ്ട് പക്ഷെ ആര് ഈ മഹാന്മാർ ആശ്ചര്യ അദ്ഭുത അതിശയ കാട്ടിയ മാത്രം അല്ല അങ്ങ മാത്രമാ അയാൾ എന്തിനാ വലിയ ബാബ അയാൾ ഒരു അദ്ഭുതം കാട്ടിട്ടില്ല അയാൾ പിന്നെ എന്തിനാ മഹാൻ ആവണമെങ്കിൽ അദ്ഭുത കാട്ടണോട്ടില്ല പിന്നെ മഹാന്മാർ ആര് സ്വാലിഹീങ്ങാര് ഖുർആനിൽ അല്ലാഹു തആല സ്വാലിഹീങ്ങളെ ಬಗ್ಗೆ ചൊന്നു നോക്കൂ നിങ്ങ ആ സ്വാലിഹീങ്ങളെയില് അതേ 4 സ്വഭാവം ഉണ്ട് ഈ 4 സ്വഭാവ വാലുകളുടെ നണ്ടയിലുണ്ടായെങ്കിൽ ഞാൻ സ്വാലിഹീങ്ങളെയിൽ പെടുற ഈ 4 സ്വഭാവ നണ്ട വാല് കേക്കട നിങ്ങളയിലുണ്ടാ നിങ്ങം സ്വാലിഹീങ്ങളെയിൽ പെടുറാറ് പക്ഷെ ഈ 4 സ്വഭാവ വേണു ഇപ്പമേ നമുക്ക് തീർമാനാക്കുക ഉസ്താദേ നാന് 4 റബ്ബുടെ കോർട്ടുలు ಗೆಲ್ಲುವೆ ಸೋಕುವೆ ഒരാതങ്ക മനസ്സിലുണ്ടോ പക്ഷെ അത് ഇപ്പമേ ഞങ്ങൾക്കൊരു ഗൊന്താവുള്ളൊരു തെരുവെന്ത്ര ഗൊന്തുണ്ടാ മഹാന്മാർക്കുള്ള 4 സ്വഭാവ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലത് കണ്ട് ആ 4 സ്വഭാവ ഒരാളയിൽ ഉണ്ടായെങ്കിൽ അങ്ങ സ്വാലി അയാൾ സ്വാലിഹീങ്ങളിൽ പെട്ട ഏതായിട്ടിക്കടെ ഈ 4 കാര്യം ഒന്നാമതായിട്ട് ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലു നോക്കൂ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അങ്ങക്ക് അല്ലാഹുവിന്റെ മേൽ ബലമായ ഈമാനുണ്ട് നമ്പിക്ക ഉണ്ട് അന്ത്യനാളുടെ മേൽ ഈമാനുണ്ട് ഈമാൻ വേണു ഏത് ദുർഘടമായ സാഹചര്യത്തിലും ഞങ്ങളെ ഈമാന് നഷ്ടപ്പെട്ടു പോക തീരാ നന്റെ പൽക്ക കേട്ടോണ്ടുള്ള ബാലക്കാറാ ഏതെങ്കിലും ഒരു ദുർഘടമായ സാഹചര്യത്തില് നന്റെ ഒരു പൽക്ക കൊണ്ടുട്ടാ നന്റെ ഒരു ആക്ടിവിറ്റി കൊണ്ടുട്ടാ നന്റെ ഈമാന് നഷ്ടപ്പെടുക തീരാ ചിലപ്പോ ഞാൻ ഈമാന്റെ പുറത്തു പോകും നന്റെ ഒരു പൽക്കമയ്യേ ആ പൽക്ക കാരണമായിട്ട് ഞാൻ ഇസ്ലാമിയുടെ പുറത്തു പോയിട്ടിക്കുക തലയിൽ തൊപ്പി മരിക്കട തോലും മിക്കൂ മോത്തുലു താടി മരിക്കട തോലും മിക്കൂ അതേ ടൈമിൽ ഞാനതാ ഒരു പൽക്ക ചൊന്നുര ആ പൽക്ക കാരണമായിട്ട് ഞാൻ ഇസ്ലാമിയുടെ പുറത്തു പോയിട്ടിക്കുക അല്ലാഹു പൊറുക്കാത്ത പൽക്ക ഉണ്ടു ഏറ്റവും പ്രധാനമായിട്ട് വേണായതെന്തേ ഔലിയാക്കന്മാരിൽ ഒന്നാമതായിട്ട് ഇന്നേ എന്തേ യുഅ്മിനൂന ബില്ലാഹ് അല്ലാഹുടെ മേൽ നല്ല നമ്പിക്ക വേണു അല്ലാഹുടെ മേൽ നല്ല നമ്പിക്ക അല്ലാഹ് നമുക്ക് എന്ത്ര തന്നെങ്കിലും നന്റെ പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മ പെങ്ങന്മാർ സമാർത്താക്കും കൊറിയ ഉമ്മമാർക്ക് അല്ലാഹുടെ ഭാര്യ അർസ കൊറിയ ഉമ്മമാർക്ക് അല്ലാഹുടെ ഭാര്യ അർസ കൊറിയ ഉമ്മമാരെ കേക്കട ഉസ്താദ് എന്തൊരു ഉസ്താദ് അല്ലാഹു നണ്ടമേ ഉള്ളമ ഇത്രല്ല ഇടങ്ങേറാക്കൂ വേറെ ആരും കിട്ടിയിട്ടില്ലേ എന്തേ കാരണം നന്റെ ഔത്തുలు നോക്കി എപ്പം കഷ്ടമേ നന്റെ മാത്രമാ അല്ലാഹു കാണേ ഉമ്മ നിങ്ങൾക്ക് എന്തിയാ
എപ്പാ നോക്കിയെങ്കിലും നിങ്ങൾക്ക് കഷ്ടമേണ്ടായെങ്കിൽ ಅದರ ಅರ್ಥ ಅಂದ್ರೆ ಗೊತ್ತುಂಟಾ നിങ്ങൾക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ സുഖ തരുക വിചാരിച്ചിട്ടില്ലേ നിങ്ങൾക്ക് അല്ലാഹു തആല ആ ദുനിയാവ് അത് ആ ദുനിയാവല്ല അത് ആഖിറ പക്ഷെ ഞങ്ങൾ ചൊല്ലുന്നത് പണ്ടിലുണ്ട് ഞങ്ങൾ ചൊല്ലുന്നത് അങ്ങനെ ഈ ദുനിയാവ് ആ ദുനിയാവ് അത് ആ ദുനിയാവ് ചൊല്ലുന്നത് ആഖിറ അപ്പൊ ഏതായാലും ഈ ദുനിയാവിൽ അല്ലാഹു തആല നിങ്ങൾക്ക് സുഖ തരുക വിചാരിച്ചിട്ടില്ല അല്ലാഹു ആഖിറത്തിൽ സുഖ തരുക വിചാരിച്ചു പിന്നെ അത് മാത്രമല്ല കൊറിയ വിഷയം നിങ്ങൾ നോക്കൂ ഗമന വെച്ചിട്ട് കൊറിയ വിഷയ ഞങ്ങൾ വിചാരിക്കണ അല്ലാഹു തആല കൊറിയ ഞങ്ങൾ തരുമ്പോ ഞങ്ങൾ വിചാരിക്കണ അത് ഷർറൻ നേരായിട്ട് അതായിട്ടിക്കു ഖൈർ ಇದರ റിസൾട്ട് എപ്പോ കൊണ്ടുണ്ടാ കിട്ടേ ಇದರ റിസൾട്ട് ചിലപ്പോ കിട്ടേ 4-5 വർഷം കഴിഞ്ഞ പിന്നായിട്ട് 4-5 വർഷത്തെ മുന്നോലു അല്ല തന്നെ ഒരു കഷ്ടത്തുള്ള സുഖ അല്ല തന്റെ 4-5 വർഷം കഴിഞ്ഞ പിന്നായിട്ട് അതുകൊണ്ടായിട്ട് ഒരു നബിയുണ്ട് ആ നബിയുടെ പേര് നമുക്ക് എല്ലാവർക്കും ಗೊತ್ತುಂಟು നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തിൽ ഒരു പെണിങ്ങ ഈ പെണിങ്ങമാര് ചെന്നെങ്കിൽ ഗുരുവായൂരക്കേരുടെ ഉമ്മ പെങ്ങന്മാരുടെ ಬಗ್ಗೆ ಎಲ್ಲ ನಾ ചൊല്ലുന്നുണ്ടില്ല അങ്ങനെ നല്ല അല്ലാഹു തആല ബറക്കത്താക്കട്ടെ അതേ ടൈമിൽ കൊറിയ പെണിങ്ങുള്ളാറ് ബായി ബൊമ്പായി ഉണ്ട് അങ്ങോട്ട് എന്തെങ്കിലും മനസ്സിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലാണ്ട് അങ്ങ് ഒരു വർക്ക് വണ്ടില്ല സമാധാനം ജാവ് ഉറങ്ങിട്ടില്ലെങ്കിൽ പാതി ജാവ് ജനിച്ചിട്ടെങ്കിലും അങ്ങ് ഫോൺ ആക്കിയിട്ട് ചൊന്നിട്ടിക്കിടാം മാപ്പിളടയിൽ ചൊല്ലണായത് ഉദാഹരണം അതുകൊണ്ടല്ലേ നോക്കൂ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തില് ആണിങ്ങളെ തിദ്ദുപടിയാക്കാനുള്ള താക്കത്തും പെണ്ണുങ്ങുവിക്കട് അത്തരം പഠിപ്പ് വേണം മാത്രം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു നിയമം പ്രഖ്യാപിച്ചു എന്തൊരു നിയമം മങ്ങിലാവുമ്പോ മഹർ കൊടുക്കേണ്ടി വന്നിട്ടൊന്നുണ്ട് ആ മഹർ 400 ദിർഹമിടെ കാട്ടി ആരാ കൊടുക്കോ തീരാണ്ട് പെണ്ണുക്ക് ഇത് ആറ് കൊടുക്കടേ ആണ് പെണ്ണു കൊടുക്കടേ 400 ദിർഹം വെള്ളി നാണ്യത്തെ കാട്ടി യാറാ ഒരാണ് ഒരു പെണ്ണിടെ മങ്ങിലാവുമ്പോ അതിനെ കാട്ടി ആരാ കൊടുക്കോ തീരാണ് ഇത് ആർക്ക് എഫക്ട് ആണുക പെണ്ണുക ആണുക പെണ്ണുക എഫക്ട് ഇത് അർത്ഥായോണ്ടില്ലേ ഇത് ആറ് ഇത് കഷ്ട ആണുക പെണ്ണുക ഇതര കൊറോടി ആർക്ക് കിട്ടില്ല ആണുക പെണ്ണുക പെണ്ണുകല്ലേ അതിനാണ്ട് യാറ കൊടുക്കണ്ടായോ ಅದರ ಅರ್ಥ ಅಂದ್ರೆ ആ യാറ കിട്ടത് ഇല്ലാണ്ട് അവിടെ ഉണ്ടല്ലോ ലക്ഷദ്വീപ് പോയ ನಾನು വാളുക അങ്ങനെ പോയപ്പോ എല്ലാ സദസ്സും കിട്ടിട്ട് ഒന്ന് വാളുടെ സദസ്സ് വാളുക പോയിടെ അവർ 10 നാൾ അവിടെ പോയി വാളു ചെല്ലുമ്പോ നിക്കാഹും കൂടിയ മർച്ചവിടക്കും പോയിടെ മറിച്ചത് ദൂരത്വവും കൂടി എല്ലാത്തും കൂടി നന്റെ ഭയങ്കര അതിശയപ്പെടുത്തിയ ഒന്നുണ്ട് ലക്ഷദ്വീപിൽ എന്തിനെങ്കിൽ നിക്കാഹ് നടന്നോണ്ടിരിക്കുമ്പോ പുതിയാപ്പിള കീസരെടുത്തിട്ട് 1000 രൂപ വെച്ചോളൂ നിക്കാടെ ഞങ്ങളവിടെയല്ല മാലയല്ലേ കാണേ ഞങ്ങളവിടെയല്ലേ മാലയല്ലേ മഹറായിട്ട് വെക്കടേ ബംഗാറിന്റെ മാല പക്ഷെ ലക്ഷദ്വീപിൽ അവിടെ ഈ നിക്കാടെ സദസ്സിൽ വെച്ചിട്ടുണ്ട് പള്ളിയിൽ നിക്കാഹ് നടന്നുകൊണ്ടുണ്ട് നോക്കും 1000 രൂപ എടുത്തു വെച്ച് റമേൽ അപ്പൊ ഞാൻ അവിടെ ഉസ്താദ് കേട്ടെ ഇതെന്തിനാ 1000 രൂപ സാമാന്യമായിട്ട് നിക്കാഹല്ല കഴിഞ്ഞ പിന്നെ അവിടെ നിക്കാഹ് തുടങ്ങുമ്പോൾ അവർ 500 അപ്പുറം 1000 ഇപ്പുറം അല്ലെങ്കിൽ 1000 അങ്ങനെയല്ല വെക്കലുണ്ടോ അത് അവിടെ ഉള്ള ഉസ്താദ്മാർ കൊടുക്കണം അത് പണ്ടിലോട്ട് അങ്ങനെ വന്ന ക്രമം അല്ലാഹു അലം അതേ ടൈമിൽ ഈ 1000 രൂപ എന്തിക്ക് വേറെ മഹറൊന്നും കാണ്ടില്ല ബംഗാറും കാണ്ടില്ല നാ പേരിച്ച ബംഗാർ പിന്നെ കൊടുക്കട എട്ടിക്കും അങ്ങനൊന്നും ഉണ്ടല്ലോ ബംഗാർ മഹർ അവിടെ ചൊല്ലേ പിന്നെ കൊടുക്കടേ സൗകര്യം പോലെ ഇത് നോക്കുമ്പോ അപ്പൊ നാ കേട്ട ഉസ്താമാരുടെ എന്തിനാ ഇപ്പൊ ഇത് ഉണ്ട് അപ്പൊ നോക്കുമ്പോ ചൊല്ലെ എന്തിനുണ്ട് കേട്ടെങ്കില് ഇത് മഹർ ഏത് മഹർ 1000 രൂപ ഇനിയിപ്പൊ ഇത് കേട്ടിട്ട് എല്ലാ ലക്ഷദ്വീപ് ഭർത്തായിരുണ്ടോ അങ്ങനെ അവിടെ അങ്ങനെ പുറത്ത് കടത്തില്ല കൊറോടി അവിടെ മങ്ങിലാക്കി കൊടുക്കും കുറെ ബാല്യക്കാർക്ക് ഭാര്യ കുശിയായിട്ടുണ്ട് 1000 രൂപ മങ്ങിലാവല്ലേ സുലാവത്തില് അപ്പൊ അതാ ചൊന്നോണ്ട് വന്നേ അപ്പൊ ഓരോ പക്കത്തിലും ഓരോ ആചാരം ഓരോ ഉറുഫ് ഓരോ ആദത്ത് അപ്പൊ ഇത് നോക്കുമ്പോ അപ്പൊ 400 ദിർഹമിടെ കാട്ടി യാറെ കൊടുക്കണ്ടാണ്ട് ചെന്നുമ്പോ അണ്ട് ജീവിച്ചിട്ട് ഒരു പെണിങ്ങ ആ പെണിങ്ങ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇവർക്ക് ഖുർആൻ ഓതി വആതൈതും ഇഹ്ദാഹുന്ന ഖിൻത്വാറാണ്ടല്ലേ ഖുർആനിൽ സുബ്ഹാനല്ലാഹ് ആറോട്ട് ആയത്ത് ഓതി അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാൻ ആ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടോ ഉമർ തങ്ങളെ ഒക്കെ നിങ്ങ മഹർ കൊടുക്കുമ്പോ 400 ദിർഹമിടെ കാട്ടി യാറെ മഹർ കൊടുക്കോ തീരാണ്ട് ചൊന്നറാറില്ല ഒക്കെ അങ്ങനെ ഉണ്ടായ ഖുർആനിലുണ്ടല്ലേ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻത്വാറ
നിങ്ങ പെണ്ണുക്ക് കിൻത്വാറ് കൊടുക്കണോണ്ട് ഖുർആനിലുണ്ടല്ലേ, കിൻത്വാറ് കൊടുക്കാണ്ടുണ്ടല്ലേ. എന്താ ഈ കിൻത്വാറ്? കിൻത്വാറ് ചെന്നെങ്കിൽ അൽ മാലുൽ കസീർ, എത്ര വേണം കൊടുക്കാം, എത്ര വേണമെങ്കിൽ കൊടുക്കാണ്ട് ഖുർആൻ ചൊല്ലുമ്പോ പിന്നെ എന്താ നിങ്ങൾ 400 ഒതുക്കിടേണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഈ പെണ്ണിങ്ങ വന്ന് കേട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പിന്നെ ചൊന്തു സമ സമ ഖുർആനിൽ അങ്ങനെ ഒന്നുണ്ട്, ഈ പെണ്ണിങ്ങ ചൊന്നത് സമ. അങ്ങനെ ഒരാൾ സമ ചൊന്നെങ്കിൽ പിന്നെ അതിരെങ്ങനെ അതൊക്കെ ഉണ്ടിക്കോ സമ ചൊന്നെങ്കിൽ സമ അംഗീകരിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ചൊന്നത് സമല്ല, അത് ഈ പെണ്ണിങ്ങ ഖുർആൻ ഓതിട്ട് ചൊന്നൂറ് സമ മഹർ എത്ര വേണമെങ്കിലും കൊടുക്കാം. ആ 400 ഒതുങ്ങിട്ടില്ലെങ്കിൽ എന്തൊരു കുശിയായിരാൻ തന്നെ ഇക്കട്ടെ നാ ചൊന്നോട്ട് വന്നു. പെണ്ണിങ്ങമാർ അങ്ങനെ അങ്ങൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ കേട്ടിട്ട് ക്ലിയർ ആക്കട. പക്ഷെ നാ പെണ്ണിങ്ങളോട്ട് ചൊല്ലേ, നിങ്ങളെ ആയത്ര നിങ്ങളെ മാപ്പിളമാരെ കൊണ്ടിട്ടേ ഉസ്താദുമാർക്ക് കോലാക്ക് പാട്ടിട്ട് മസാലകെ പാട്ടിയും കഴിച്ചു. അങ്ങനെ ഉണ്ട് പെണ്ണിങ്ങമാർ അസ്സലാമു അലൈക്കും ഉസ്താദ് സലാം ചെന്നിട്ട് ഒരു ഡൗട്ട് കേൾക്കും. നോക്കുമ്പോ സാധാ ഒരു ഡൗട്ടും അത് മാപ്പിളുടെ ചെന്നിട്ടും കേപ്പാട്ടല്ലേ ഉസ്താദ്മാർക്ക് അപ്പ ഫോൺ ആക്കി കൊണ്ടും വേണ്ട, അങ്ങനത്തെ വേണ്ട. അതേ ടൈം പെണ്ണിങ്ങ പഠിക്കണു. ഇവിടെ ഉദ്ഘാടനാക്കിയപ്പോ തങ്ങൊന്നുമില്ലേ, പെണ്ണിങ്ങ പഠിക്കണു. ഹദീസിൽ കണ്ട് ഏറ്റവും നല്ല പെണ്ണിങ്ങാറ്, ഏറ്റവും നല്ല പെണ്ണിങ്ങാറ് ഖുർആനിലെ പെണ്ണിങ്ങാണ്ടല്ല ഹദീസിലുള്ളേ. ഏറ്റവും നല്ല പെണ്ണിങ്ങ നിസാഉൽ അൻസാർ, അൻസാറുകളായ സ്വഹാബത്തില്ലേ, ആ സ്വഹാബത്തിലെ പെണ്ണൈമാരായ പെണ്ണിങ്ങ അൻസാറുകളായ പെണ്ണിങ്ങ. ആറ് അൻസാറുകളായ പെണ്ണിങ്ങ മദീനത്തിലുള്ള പെണ്ണിങ്ങ. ആ മദീനത്തുള്ള പെണ്ണിങ്ങായിട്ടിക്കട് ലോകത്ത് ഏറ്റവും മഹത്വമുള്ള പെണ്ണിങ്ങ, നല്ല പെണ്ണിങ്ങ. അപ്പ സ്വഹാബത്ത് കേട്ടാര നബിയേ, അൻസാറുകളായ പെണ്ണിങ്ങ നല്ല പെണ്ണിങ്ങാവുള്ള കാരണം എന്തോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, അങ്ങു ഇൽമു പഠിക്കണതിൽ ചങ്കയില്ല. അൻസാറുകളായ പെണ്ണിങ്ങക്ക് ഒരു പ്രത്യേകമായ സ്വഭാവം ഉണ്ട്. ഇൽമു പഠിക്കണ വിഷയത്തില് അങ്ങു ഒരു ചങ്കമേ ഇല്ല. എത്ര ഇൽമു പഠിക്കുക വേണായിട്ട് തയ്യാറാവണം ഉമ്മമാരെ. പണ്ടത്തെ പോലെ അല്ല ഉണ്ട്.